മഹാകുംഭമേളത്തിൽ രുദ്രാക്ഷം വിൽക്കാനായി എത്തിയ 16-കാരിയുടെ ചിത്രം സോഷ്യൽ മീഡിയയിൽ വൈറലായത് വളരെ പെട്ടെന്നായിരുന്നു. അവളുടെ പൂച്ചക്കണ്ണുകളും ചിരിയും ആരാധകരെ ഏറെ ആകർഷിച്ചു. പിന്നീട് ഫോട്ടോഗ്രാഫേഴ്സും സിനിമാക്കാരും മൊണാലിസയ്ക്ക് പിന്നാലെയായതോടെ ഒരു സെലിബ്രിറ്റി ഇമേജും മൊണാലിസ എന്നറിയപ്പെടുന്ന മോണി ബ്ലോസയ്ക്ക് ലഭിച്ചു. ബോളിവുഡിൽ പല അവസരങ്ങളും മൊണാലിസയെ തേടിയെത്തുന്ന എന്ന വാർത്തകൾക്ക് പിന്നാലെ ഇതാ താരത്തിന്റെ മലയാളം അരങ്ങേറ്റത്തെക്കുറിച്ചുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നാഗമ്മ എന്ന ചിത്രത്തിലൂടെയാണ് മൊണാലിസ മലയാളത്തിലേക്ക് എത്തുന്നത്. ചിത്രത്തിന്റെ പൂജ കഴിഞ്ഞു. നീലത്താമര എന്ന ആദ്യ ചിത്രത്തിലൂടെ തന്നെ പ്രേക്ഷക പ്രിയം നേടിയ കൈലാഷാണ് ചിത്രത്തിലെ നായക വേഷത്തിലെത്തുന്നത്. പി ബിനു വർഗീസ് സംവിധാനം ചെയ്യുന്ന ചിത്രം നിർമ്മിക്കുന്നത് ജീലി ജോർജ് ആണ്. ചിത്രത്തിന്റെ ലോഞ്ച് ഇവന്റിന് സംവിധായകൻ സിബി മലയിൽ അടക്കമുള്ളവർ പങ്കെടുത്തിരുന്നു. സെപ്റ്റംബർ അവസാനത്തോടെ നാഗമ്മയുടെ ഷൂട്ടിംഗ് ആരംഭിക്കും. ഇൻഡോറിൽ നിന്ന് 100 കിലോമീറ്റർ അകലെയുള്ള മഹേശ്വര എന്ന സ്ഥലത്ത് ജനിച്ചു വളർന്ന പെൺകുട്ടിയാണ് മോണി ഭോസ്ലെ. മഹാകുംഭമേളയിൽ രുദ്രാക്ഷം വിൽക്കാനെത്തിയ പെൺകുട്ടിയുടെ ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെ അവളുടെ കണ്ണുകളിലെ ആകർഷണം കൊണ്ട് തന്നെ ആളുകൾ അവരെ മൊണാലിസ എന്ന് വിളിച്ചു. സോഷ്യൽ മീഡിയയിൽ വൻ ചർച്ചാ വിഷയമായ താരം പിന്നീട് ഗംഭീര മേക്ക് ഓവർ നടത്തി ഒരു സെലിബ്രിറ്റി സ്ഥാനത്തിലേക്ക് എത്തി. ഇന്ന് സോഷ്യൽ മീഡിയയിൽ 7 ലക്ഷത്തിലധികം ആളുകൾ മോണി ബ്ലോസയെ ഫോളോ ചെയ്യുന്നുണ്ട്. തന്റെ ഫോട്ടോകളും ചിത്രങ്ങളും എല്ലാം താരം അവിടെ പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ മോഡലിംഗ് രംഗത്ത് വളരെയധികം സജീവമാണ് മൊണാലിസ. സരോജ് മിശ്ര സംവിധാനം ചെയ്യുന്ന ദ ഡയറി ഓഫ് മണിപ്പൂർ എന്ന ബോളിവുഡ് ചിത്രത്തിൽ നായികയായി അഭിനയിക്കുന്നത് മൊണാലിസയാണ്. മ്യൂസിക് ആൽബങ്ങളെല്ലാം ഇതിനോടകം ചെയ്തിട്ടുള്ള മൊണാലിസയുടെ രണ്ടാമത്തെ സിനിമയാണ് നാഗമ്മ. നേരത്തെ ചെമ്മണ്ണൂർ ജ്വല്ലറിയുടെ ഉദ്ഘാടനത്തിന് വേണ്ടി നടി കേരളത്തിലെത്തിയിരുന്നു. മധ്യപ്രദേശിലെ ഇൻഡോറിൽ നിന്നെത്തിയ താരം ചുരുങ്ങിയ സമയം കൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ തരംഗമായത്. താരത്തിന്റെ ഒടുവിൽ വന്ന വാർത്ത ബോളിവുഡിൽ അരങ്ങേറ്റം കുറിച്ചതിനെ കുറിച്ചായിരുന്നു. സനോജ് മിശ്ര സംവിധാനം ചെയ്യുന്ന ദ ഡയറി ഓഫ് മണിപ്പൂർ എന്ന ചിത്രത്തിലൂടെയാണ് ബോളിവുഡിൽ അരങ്ങേറ്റം കുറിക്കുന്നത്. മൊണാലിസയുടെ ആദ്യ മ്യൂസിക് വീഡിയോ അടുത്തിടെയാണ് പുറത്തിറങ്ങിയത്. ഇതിൽ നടൻ ഉത്കർഷ് സിംഗും അഭിനയിച്ചിരുന്നു. പുറത്തിറങ്ങി മണിക്കൂറുകൾക്കകം തന്നെ ഗാനം സോഷ്യൽ മീഡിയയിൽ വൈറലായി. മ്യൂസിക് വീഡിയോ ഹിറ്റായതോടെ ബ്രാൻഡ് പ്രൊമോഷനുകളും ചെയ്യാൻ ആരംഭിച്ച താരം ഇപ്പോൾ നിരവധി ബ്രാൻഡുകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. ഓരോ പരസ്യത്തിനും ലക്ഷങ്ങളാണ് താരം പ്രതിഫലമായി വാങ്ങുന്നതെന്നാണ് വിവരം. കൂടാതെ പല OTT പ്ലാറ്റ്ഫോമുകൾ വെബ് സീരീസുകൾക്കായി താരത്തെ സമീപിച്ചിട്ടുണ്ടെന്നാണ് വിവരങ്ങൾ. സോഷ്യൽ മീഡിയയിലും സജീവമാണ് മോണി. താരം പതിവായി ഇൻസ്റ്റഗ്രാമിൽ ഫോട്ടോകളും വീഡിയോകളും പങ്കുവയ്ക്കാറുണ്ട്. ദിനം പ്രതി താരത്തിന് ആരാധകർ വർദ്ധിച്ചു വരികയാണ്. അടുത്തിടെ തന്റെ വരുമാനത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് മൊണാലിസ തന്നെ മറുപടി നൽകിയിരുന്നു. ദൈവത്തിന്റെ കൃപ കൊണ്ട് തനിക്ക് കുറച്ച് പണം ലഭിക്കുന്നുണ്ടെന്നും എന്നാൽ പലരും പറയുന്നത് പോലെ കോടികളൊന്നും സമ്പാദിക്കുന്നില്ല എന്നുമായിരുന്നു മൊണാലിസയുടെ മറുപടി.